അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കർക്കിടകത്തിന് തേച്ച് കുളിക്കാനായിട്ടുള്ള ഓയിൽ ഏതാണ് ചേച്ചി ഏറ്റവും ബെസ്റ്റ് ഓയിൽ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ബെസ്റ്റ് ഓയിൽ ഏതാണെന്ന് ഞാൻ പറയാം. ഒരുപാട് ഓയിൽസ് ഉണ്ട്, എങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലിനെ കുറിച്ച് പറയാം. ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളൊരു 3 ഡേയ്സ് നമ്മളിത് അടുപ്പിച്ച് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആവുന്നത് നമുക്ക് ആദ്യം നമ്മളത് അറിയുന്നത് അതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആവും. അപ്പം അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നല്ലൊരു ബെസ്റ്റ് ഓയിലാണ്. ഈ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും അഭ്യംഗം എന്ന് പറയും, അതായത് തേച്ചുകുളി. അപ്പം അത് നമുക്കിപ്പോൾ ഇല്ല, പക്ഷെ അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഒരു 15 മിനിറ്റെങ്കിലും മിനിമം കൊടുത്ത് ഫേസിലും ബോഡിയിലും ഒക്കെ അതൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഉഗ്രനാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം ഞാനും നിങ്ങളെ പോലെ മടിച്ചു തന്നെയാണ്. പക്ഷേ നമ്മളിത് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വരുന്ന ആ ഫേസിലെ മാറ്റം അതിനുള്ള മുൻപുള്ള മാറ്റം നമുക്കത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആഗ്രഹമുള്ളവരല്ലേ, നമ്മുടെ സ്കിൻ ഗ്ലോവിങ് ആകണമെന്നും ടാൻ മാറണമെന്നും അതേപോലെ ഞാൻ കുറച്ചും കൂടി ഷെയ്ഡൊന്ന് കൂടണം സ്കിന്നിൻ്റെതൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ബെസ്റ്റാണിത്. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ, ആദ്യം പറയട്ടെ. കാരണം ഇതിന് എനിക്ക് ഒത്തിരി പണിയുണ്ട്. അപ്പം നമുക്കിപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണ്. അതായത് നമ്മുടെ ലേഹ്യത്തിൻ്റെ ആണെങ്കിലും ബയോട്ടിൻ മിക്സിൻ്റെ ആണെങ്കിലും നാരങ്ങ തൈലം കർക്കിടക ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒക്കെ തിരക്കാണ്. അപ്പം അതിൻ്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയക്കണ്ടേ, അപ്പം അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കുറേയൊക്കെ പെൻഡിങ്ങിലാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഉണ്ടാക്കി തരാമെന്ന് തന്നെ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നാൽപ്പാമരാതി തൈലം വീട്ടിലുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ കൂട്ട്, നാൽപ്പാമരാതി തൈലം ഉണ്ടാക്കുന്ന കൂട്ട് ഏതൊക്കെയാണെന്ന് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് പച്ചമരുന്ന് കടയിൽ പോയിട്ട് നിങ്ങൾക്കത് അത് കണ്ട് അത് തിരിച്ചറിഞ്ഞ് പോയി മേടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ അതിൽ ഞാൻ ചേർത്തിപ്പോൾ ഞാൻ എൻ്റെ യൂസിനായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇത് ശരിക്കും മറ്റേ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 ml ആണ് മിനിമം ക്വാണ്ടിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. നാൽപ്പാമരം എന്ന് പറയാൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു 4 തരം മരത്തിൻ്റെ വേര് ചേർക്കുന്നുണ്ട്. പിന്നെ അത് ഒത്തിരി കൊട്ടം, അതേപോലെ എന്താ പറയുക മറ്റേ രാമച്ചം, ചന്ദനം, അങ്ങനെ പർപ്പടക പുല്ല്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച ഒരു മരുന്ന് കടയിൽ ഇരിക്കണ പോലെ കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ ഉണ്ട്, പോയി കാണാം. ആ ഒരു കൂട്ട് വാങ്ങിച്ചാൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് കാഴ്ചയെടുക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ നേരില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ബുക്ക് ചെയ്തിട്ട് പിന്നെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് നടക്കത്തില്ല ഈ പ്രാവശ്യം, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആയുർവേദ ഷോപ്പിൽ നിന്ന് പറഞ്ഞു മേടിക്കുക. നാൽപ്പാമരാതി രണ്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാൽപ്പാമരാതി കേരമാണ്. നാൽപ്പാമരാതി കേരെന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണയിൽ കാച്ചുന്നത് കൊണ്ടാണ്. തൈലം എന്ന് പറയുമ്പോൾ മാറി എള്ളെണ്ണ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏതാ സ്യൂട്ട് ആവാന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തോളൂ. വെളിച്ചെണ്ണ ആയിരിക്കും ഞാൻ നാൽപ്പാമരാതിയിൽ ഞാൻ പറയുക, എങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ മാറ്റി വാങ്ങിച്ചോളൂ. ആയുർവേദ ഷോപ്പുകൾ, നല്ല ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, നല്ലതാണ്. ഇത് നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് ഒന്ന് കുഞ്ഞു മസാജൊക്കെ കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റിയ വളരെ നല്ലത്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ആരാണ് അരമണിക്കൂറൊക്കെ ഇരിക്കുക തേച്ചിട്ട് അല്ലേ? പക്ഷേ സ്കിന്നിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഒഴിവുള്ള ദിവസങ്ങളെങ്കിൽ എങ്കിലും ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിലെങ്കിലും നിങ്ങളത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു എണ്ണ നമ്മുടെ ശരീരത്തിൽ ഫേസിൽ ഒക്കെ ഇട്ട് ഒന്ന് കുളിക്കാനൊക്കെയുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോൾ തന്നെ ഈ കെമിക്കൽ അടങ്ങിയ കുറേ ക്രീമുകൾക്കും അതേപോലെ ഒത്തിരി പ്രോഡക്റ്റുകളുടെ പുറകെ നമ്മൾ പോകത്തില്ല. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോവിങ് ആകും. അതേ സ്കിന്ന് ഏത് ഷെയ്ഡ് ആയിക്കോട്ടെ, ഇരുനിറായിക്കോട്ടെ, ടോപ്പ് കളർ ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഇപ്പോൾ ഈ കുറച്ച് ഇരുണ്ട നിറായിക്കോട്ടെ, പക്ഷെ അതിനൊരു തിളക്കം വരുമ്പോഴാണ് നമ്മുടെ ഒരു ഭംഗി കൂടുന്നത്. അത് ഏത് മുഖത്തിൻ്റെ കളറ് ഏതാണെന്നുള്ളതല്ല, അതിനൊരു തിളക്കം. അത് നമ്മൾ ചിലരെ കണ്ടറിയാം. ഞാൻ തന്നെ ചില സമയത്ത് ചില
ലേഡീസിനെയൊക്കെ എന്തായാലും നോക്കി നിൽക്കും. കാരണം അവർക്കൊരു പ്രത്യേക ഒരു പ്രസന്നതയാണ് അവരുടെ മുഖത്തിന്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അതിന് മെനക്കെട്ട് ചെയ്യും. കാരണം നമ്മുടെ സൗന്ദര്യം എന്നതിനുപരി സ്കിന്നിൻ്റെ കെയറിനുപരി ശരീരത്തിന് നല്ലതാണ്. പണ്ടത്തെ നമ്മുടെ അപ്പച്ചമാരും മാമച്ചിമാരും ഒക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവർക്കും ഉണ്ടായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ അല്ല, ഇന്നത്തെക്കാളും ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷേ അവരിതൊക്കെ അവരുടെ ഹെൽത്ത് അവർ നോക്കും. അതുപോലെ തന്നെ അവരെ ഹെൽത്ത് ഇരിക്കുന്നുണ്ട്. അവർ എത്ര വയസ്സായാലും അവരുടെ മുഖം നല്ല അടിപൊളിയായിട്ടുള്ള തിളക്കത്തോടും ഗ്ലോവിങ്ങോടും ഒരു ചൈതന്യത്തോടും കൂടി ഇരിക്കുന്നത് കാണും. അപ്പോൾ അതിൽ പ്രത്യേക ഒരു കാര്യം, ഡ്രൈ സ്കിന്നുകാർ എന്തായാലും തേച്ചുകൂടി നിങ്ങൾ മുടക്കരുത്. കർക്കിടകത്തിലെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ നല്ലതാണ്. അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് ആയുർവേദത്തിൽ അനുശാസിക്കുന്ന ഒരു ഓയിലാണ് നാൽപ്പാമരാതി കേരം. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് കണ്ടെടുക്കാറ്, സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ പ്രാവശ്യം നമുക്കില്ല, എനിക്ക് നേരില്ലാത്തത് കൊണ്ടാണ് ചെയ്യാനായിട്ട് കേട്ടോ. ചെയ്തെടുക്കാൻ ഒത്തിരി പണിയുണ്ട്, നേരില്ലാത്തത് കൊണ്ടാണ്. കാരണം കുറേയൊക്കെ ഇടിച്ച് പൊടിച്ച് നിങ്ങൾ കണ്ടല്ലോ, അതിലത്തെ മരുന്നുകളുടെ കൂട്ടം ഇഷ്ടം പോലെ മരുന്നുകൾ ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെ അലർജി മൂലമുണ്ടായ പാടുകൾ, അലർജി, സ്കിൻ ഡിസീസ് ഒക്കെ മാറ്റും. നല്ല സൂപ്പറായിട്ട് അതിനൊക്കെ മാറ്റി നല്ല സ്കിൻ നന്നായിട്ട് തിളങ്ങാനും ഷെയ്ഡ് കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതനുസരിച്ച് അതുപോലെ ഓയിൽ സ്കിൻ ഉള്ളവര് എന്നുവെച്ചാല് നിങ്ങൾക്കത് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല. പക്ഷെ അത് ഒരു കുറച്ച് ടൈം വെക്കുക. കുറച്ച് ടൈം വെച്ചിട്ട് നന്നായിട്ട് എണ്ണ കഴുകി കളയുക. കെമിക്കൽ അടങ്ങിയ ഒരു കാര്യം ഉപയോഗിക്കാതെ ഇരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുക, ഈ നട്ട്സ് സീഡ്സ് ഒക്കെ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. അതൊക്കെ കഴിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തിളങ്ങും. പിന്നെ നമ്മൾ പുറത്ത് ചെയ്യുമ്പോൾ ഇരട്ടിയായിരിക്കും ഫലം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തേച്ച് കുളിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓയിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത് തന്നെ നമുക്ക് ഒത്തിരി പണികൾ പെൻഡിങ്ങിലാണ്. പ്രൊഡക്ഷൻ ആണെങ്കിലും പാക്കിംഗ് ആണെങ്കിലും ഒന്നും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും, വിചാരിക്കും ബുക്ക് ചെയ്ത ഐറ്റം അയക്കുമെന്ന്. തയ്യാറായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീക്കിൽ തന്നെ കിട്ടും. കർക്കിടക പാക്കൊക്കെ ബുക്ക് ചെയ്തവർക്ക് ഈ വീക്കിൽ കിട്ടും. ബാക്കിയുള്ളവർക്കൊക്കെ ലേഹ്യം ബയോട്ടിമിക്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. കർക്കിടക പാക്കിൻ്റെ പാക്കിങ്ങിലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്തും ഈ വീക്കിൽ തന്നെ. ഇന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ വേറെ നമ്മൾ ഇപ്പോൾ കുറേ പേര് ചോദിച്ചത് കൊണ്ട് ആ ഒരു ഫേസിൽ പറ്റാനുള്ള ഒരു ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇത് ലെങ്തി ആവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് വരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ്, പിന്നെ ഡ്രസ്സുകളുടെ സെയില്, അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. പുതിയ വ്യൂവേഴ്സാണ് ഒരുപാട് പേരുള്ളത്. സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി നമ്മൾ കസ്റ്റമേഴ്സാണ്. അവർ നമ്മൾ വാട്സപ്പ് സേവ് ചെയ്തിട്ട് അവർ ഇതന്നെ അവർക്ക് ആവശ്യം വരുമ്പോൾ അവർ ബുക്കിങ്ങിനായിട്ട് അതിലേക്ക് വരും, വീഡിയോ വാച്ച് ചെയ്യാതെ തന്നെ. അതുകൊണ്ട് പുതിയ വ്യൂവേഴ്സാണ് കൂടുതലും കാണുന്നത്. മറ്റുള്ളവർക്ക് അത് വിശ്വാസ്യതയായി. അപ്പോൾ അവർ ഓരോന്ന് വരുമെന്ന് കാണുമ്പോഴേക്കും ആ പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ബുക്ക് ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമുക്ക്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്, ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കിടിലൻ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐറ്റമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.